പ്രിയ പ്രേക്ഷകരെ, നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തം നമ്മൾ കണ്ടതാണ്. ഇത് മയ്യനാട് ഗവൺമെൻറ് ആശുപത്രിയുടെ അവസ്ഥയാണ്. കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ അടർന്ന് വീണ് കിടക്കുക. പോരാത്തിന് കാട് മൂടി കിടക്കുന്നു. ചില ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ചു പോകുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇത് മയ്യനാട് ഗവൺമെൻറ് ആശുപത്രിയുടെ അതായത് മേൽനില കാണുന്നു. മൊത്തം ഇങ്ങനെ സൺഷൈഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ വെള്ളം ഒക്കെ അങ്ങ് വീണ് ചുവരിലൂടെ ഒലിച്ചിറങ്ങുന്നൊരവസ്ഥയാണ്. കണ്ടല്ലോ, വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കെട്ടിടത്തിൻ്റെ ഈ ബ്ലോക്കിൻ്റെ അവസ്ഥ. ഈ ഭാഗത്താണ് സൂപ്രണ്ടൻ്റെ ഓഫീസും അതുപോലെ ലാബൊക്കെ പ്രവർത്തിക്കുന്നത്. കിടപ്പ് രോഗികളൊക്കെ കിടക്കുന്നതൊക്കെ ഈ ബ്ലോക്കിലാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങളിത് പൊളിച്ചു മാറ്റുകയോ പുനർനിർമ്മിക്കുകയോ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തില്ലെങ്കിൽ ഇത് കോട്ടയം ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മയ്യനാട് ഒരു ദുരന്തം നമ്മൾ കാണേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളത്. മയ്യനാട് ഹോസ്പിറ്റലിലാണ്. ഇവിടെ ഒരു കെട്ടിടമാണെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇവിടുത്തെ ഒരു ബ്ലോക്ക് കെട്ടിടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കെട്ടിടത്തിലാണ് നമ്മളെ ലാബ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിന് എന്താ കുഴപ്പം? ആ കെട്ടിടമാണെങ്കിൽ ജീർണിച്ച് അതിൻ്റെ കമ്പിയെല്ലാം ദ്രവിച്ച് വെള്ളം കെട്ടി നിറഞ്ഞ് ഇറ്റിച്ച് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. ഇടിഞ്ഞ് താന്നിരിക്കുകയാണ്. ഏത് സമയം നിലംപൊട്ടാവുന്ന രീതിയിലാണ് ആ കെട്ടിടം ഇരിക്കുന്നത്. ആ കെട്ടിടത്തിലാണ് ലാബ് പ്രവർത്തിക്കുന്നത്, സൂപ്രണ്ട് ഇരിക്കുന്നത്, പിന്നെ നമ്മളെ കിടപ്പ് രോഗികൾ കിടക്കുന്നത്. ഏത് സമയവും കോട്ടയത്തിൻ്റെ തനി ആവർത്തനം ഇവിടെ മയ്യനാട് സംഭവിക്കാം. വേറൊരു ബിന്ദുവിനെ വേണമെങ്കിൽ ഇവിടെ സൃഷ്ടിക്കാം. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീര്. ആ കണ്ണുനീര് ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ മയ്യനാട് ഹോസ്പിറ്റലിലെ ഈ ബിൽഡിങ് എന്താണെന്ന് വെച്ചാൽ ഏത് രീതിയിൽ പൊളിച്ച് മാറ്റി പുതിയത് കെട്ടുകയോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യുകയോ ഏത് രീതിയിൽ ഇത് ചെയ്ത് അതിനൊരു പരിഹാര മാർഗം കണ്ടെത്തേണ്ടതാണ്.